നമസ്കാരം, ഞാൻ ഗോപകുമാർ. വെൽക്കം ടു M4 മാത്സ്. കോംപ്ലക്സ് ലൈൻ ഇന്റഗ്രലുമായി ബന്ധപ്പെട്ട പാർട്ട് 3 വീഡിയോ ആണിത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടതിന് ശേഷം പാർട്ട് 3 കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇവാലുവേറ്റ് ഇന്റഗ്രൽ C mod z square dz where C is the rectangle with vertices 0, 0, 1, 0, 1, 1, 0, 1. Rectangle with vertices 0, 0, 1, 0, 1, 1, 0, 1. ആദ്യം ഈ വെർട്ടിസസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ്, വൈ ആക്സിസ്, 0, 0, ഈ കോർഡിനേറ്റ് 0, 0, നെക്സ്റ്റ് 1, 0, 1, 0, 1, 0 എന്ന് 1, 1ലേക്ക് ലൈൻ വരയ്ക്കുക. 1, 1, x1, y1, 1, 1, x1, y1, നെക്സ്റ്റ് കോർഡിനേറ്റ് 0, 1, x0, y1, ഈ കോർഡിനേറ്റ് 1, 1, x1, y1, ഈ കോർഡിനേറ്റ് 0, 1, 0, 1. ഈ പോയിന്റിന് O എന്ന് നെയിം ചെയ്യുക. ഇത് എ, ഇത് ബി, ഇത് സി. ഇവിടെ 4 ലൈൻ ഇന്റഗ്രൽ ഉണ്ട്. ഒന്ന് OA, സെക്കൻഡ് വൺ AB, തേർഡ് വൺ BC, ഫോർത്ത് വൺ CO. ഈ 4 ലൈൻ ഇന്റഗ്രലും സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ mod z square dz ന്റെ സൊല്യൂഷൻ കിട്ടും. First, consider OA. Consider the line segment OA. OA എന്ന് പറയുന്ന ലൈന് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ y 0 ആയിരിക്കും. y കോൺസ്റ്റന്റ്. എക്സ് ആക്സിസ്, therefore y is equal to 0. y is equal to 0. dy is equal to 0. y 0, therefore dy is equal to 0. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ y കോർഡിനേറ്റ്സ് രണ്ടും 0 ആണ്, കോൺസ്റ്റന്റ് ആണ്. therefore y is equal to 0. x varies from 0 to 1. x varies from 0 to 1. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ഇന്റഗ്രൽ C mod z square dz. ഇന്റഗ്രൽ mod z square dz. mod z square. mod z square. mod z square z into conjugate of z. നമുക്കറിയാം z x plus iy. Conjugate of z x minus iy is equal to a plus b into a minus b is equal to a square minus b square. അതുപോലെ x plus iy into x minus iy, x square minus iy whole square. x square minus iy whole square. I square minus 1. minus 1 into y square, minus 1 y square, x square, minus into minus plus, plus y square, x square plus y square, mod z square, x square plus y square. ഇത് റിസൾട്ട് ആയിട്ട് നോക്കി വയ്ക്കുക. എക്സാമിന് mod z square തരുന്നെങ്കിൽ x square plus y square എന്ന് എഴുതി ചെയ്യുക. ഇന്റഗ്രൽ mod z square, mod z square, x square plus y square, x square plus y square dz. z is equal to x plus iy. dz is equal to dx plus I dy. dz replace ചെയ്തിട്ട് dx plus I dy substitute ചെയ്യുക. dz is equal to dx plus I dy. ഇന്റഗ്രൽ C. ഇന്റഗ്രൽ ഇവിടെ ഈ ഫിഗറിൽ നമ്മൾ കൺസിഡർ ചെയ്ത് OA ആണ്. OA x ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ y 0 ആയിരിക്കും, dy 0 ആയിരിക്കും. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ അതുപോലെ എഴുതുക. എക്സ് സ്ക്വയർ y സ്ക്വയർ y 0, y സ്ക്വയർ 0 സ്ക്വയർ 0 ഇൻറ്റു dx പ്ലസ് I dy, dy 0. ഇവിടെ ലിമിറ്റ് വേരി ചെയ്യുന്നത് x ആണ്. എക്സ് ആക്സിസിൽ y 0 ആണ്. x വേരീസ് ഫ്രോം 0 to 1. ലിമിറ്റ് ഓഫ് x വേരീസ് ഫ്രോം 0 to 1 x square dx. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x cube by 3 കിട്ടും. ലിമിറ്റ് ഓഫ് x വേരീസ് ഫ്രോം 0 to 1. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് 1, എക്സിന് അപ്ലൈ ചെയ്യുക. 1 ക്യൂബ് 1, 1 by 3, 1 by 3, 0 അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് ഇടുക. ലോവർ ലിമിറ്റ് 0, എക്സിന് അപ്ലൈ ചെയ്യുക, 0 കിട്ടും. 0. ആൻസർ 1 by 3. Integral OA is equal to 1 by 3.
ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ 1/3 കിട്ടും. ഒ എ ലൈൻ ഇന്റഗ്രൽ കൺസിഡർ ചെയ്തതുപോലെ അടുത്ത ലൈൻ ഇന്റഗ്രൽ എ ബി കൺസിഡർ ചെയ്യാം. എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ. കൺസിഡർ ലൈൻ ഇന്റഗ്രൽ എ ബി. കൺസിഡർ എ ബി. ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്. എക്സ് ഈസ് ഇക്വൽ ടു 1. ഇവിടെ x1 ആണ്, ഇവിടെയും x1 ആണ്. എക്സ് ഈസ് ഇക്വൽ ടു 1 എന്ന് എടുക്കുക. എക്സ് ഈസ് ഇക്വൽ ടു 1. dx ഈക്വൽ ടു 0. dx is equal to 0. ലിമിറ്റ് y varies from 0 to 1. ഇവിടെ y 0 ആണ്, ഇവിടെ y 1 ആണ്. y varies. വെർട്ടിക്കൽ ആകുമ്പോൾ y ആണ് വേരി ചെയ്യുന്നത്. 0 to 1. y varies from 0 to 1. ക്വസ്റ്റ്യനിലേക്ക് വരിക. ഇന്റഗ്രൽ c mod z square dz. ഇന്റഗ്രൽ c mod z square dz is equal to ഇന്റഗ്രൽ c mod z square x square plus y square. അത് പഠിച്ചു വെക്കുക. x square plus y square dz dx plus I dy mod z square x square plus y square. z is equal to x plus iy. dz is equal to dx plus I dy is equal to mod z square x square plus y square dz dx plus I dy. ഇന്റഗ്രൽ x is equal to 1. ഇവിടെ x നെ റീപ്ലേസ് ചെയ്തിട്ട് x ന്റെ പ്ലേസിൽ 1 അപ്ലൈ ചെയ്യുക. 1 സ്ക്വയർ കിട്ടും. 1 സ്ക്വയർ 1. എ ബി എന്ന് പറയുന്ന ലൈനാണ് കൺസിഡർ ചെയ്യുന്നത്. അത് x is equal to 1 ആണ്. x is equal to 1. x സ്ക്വയറിന് അപ്ലൈ ചെയ്യുക. x1 1 സ്ക്വയർ 1 പ്ലസ് y സ്ക്വയർ ഇൻറ്റു dx. dx 0. dx 0 ഇവിടെ അപ്ലൈ ചെയ്യുക. ഈ dx 0 ആകും. ഇൻറ്റു I dy. y വേരിയബിളിലോട്ട് കൺവേർട്ടായി. y വേരീസ് ഫ്രം 0 to 1. y വേരീസ് ഫ്രം 0 to 1. ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ 1 dy. ഇന്റഗ്രൽ 1 dy y. ഇന്റഗ്രൽ dy y പ്ലസ് ഇന്റഗ്രൽ y സ്ക്വയർ dy y cube by 3. y cube by 3. Limit of y varies from 0 to 1. 0 to 1. ഇവിടെ ഒരു i ഉണ്ട്. ഈ i നമുക്ക് ഇവിടെ എഴുതാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ i ഇൻറ്റു അപ്പർ ലിമിറ്റ് 1 yക്ക് അപ്ലൈ ചെയ്യുക. 1 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് സൈൻ ഇടുക. ലോവർ ലിമിറ്റ് ആയ 0 yക്ക് അപ്ലൈ ചെയ്യുക. 0 പ്ലസ് അപ്പർ ലിമിറ്റ് 1 yക്ക് അപ്ലൈ ചെയ്ത് 1 ക്യൂബ് കിട്ടും. 1 ക്യൂബ് 1. 1/3 മൈനസ് yക്ക് 0 കൊടുക്കുക. 0. i ഇൻറ്റു 1 പ്ലസ് 1/3. 1 മൈനസ് 0 1. 1/3 മൈനസ് 0 1/3. LC എടുക്കുക. i ഇൻറ്റു ഇവിടെ LC എടുക്കുമ്പോൾ 1 ഇൻറ്റു 3. 3 പ്ലസ് 1 4. 4/3. ഇന്റഗ്രൽ എ ബി ഈസ് ഈക്വൽ ടു 4/3 i. രണ്ട് ലൈൻ ഇന്റഗ്രലിന്റെ ആൻസർ ആയിട്ടുണ്ട്. അടുത്ത ലൈൻ ഇന്റഗ്രൽ ബി സി. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. കൺസിഡർ ബി സി. കൺസിഡർ ദ ലൈൻ സെഗ്മെന്റ് ബി സി. y1. ഇവിടെയും y1. y ഈസ് ഈക്വൽ ടു 1. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേം y ആണ്. രണ്ടും 1 ആണ്. y ഈസ് ഈക്വൽ ടു 1. y ഈസ് ഈക്വൽ ടു 1. dy ഈസ് ഈക്വൽ ടു 0. y1 therefore dy is equal to 0. Limit of x varies from 1 to 0. 1 to 0. ഇത് x, ഇത് y. ഇവിടെ x 0, y1. x varies from 1 to 0. x varies from 1 to 0. 1 to 0. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇന്റഗ്രൽ mod z square dz is equal to ഇന്റഗ്രൽ mod z square x square plus y square എന്ന് എഴുതാം. x square plus y square dz dx plus I dy mod z square x square plus y square dz dx plus I dy is equal to integral x square plus y square. y is equal to 1. y യുടെ പ്ലേസിൽ 1 അപ്ലൈ ചെയ്യുക. 1 square 1 dx plus I dy 0.
dy 0 ആകുമ്പോൾ I dy യും 0 ആയിരിക്കും. X വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്തു. X വേരീസ് ഫ്രം 1 to 0. X വേരീസ് ഫ്രം 1 to 0. 1 to 0. ലോവർ ലിമിറ്റ് 1 ഉം അപ്പർ ലിമിറ്റ് 0 യും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ x സ്ക്വയർ x ക്യൂബ് ബൈ 3 പ്ലസ് ഇന്റഗ്രൽ 1 x 1 to 0. ഇന്റഗ്രൽ x സ്ക്വയർ x ക്യൂബ് ബൈ 3 ഇന്റഗ്രൽ 1 dx x. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് 0, എക്സിന് അപ്ലൈ ചെയ്യുക 0. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് സൈൻ ഇടുക. ലോവർ ലിമിറ്റ് 1, എക്സിന് അപ്ലൈ ചെയ്യുക 1 ക്യൂബ് 1 ഡിവൈഡഡ് ബൈ 3 1 ഡിവൈഡഡ് ബൈ 3 പ്ലസ് അപ്പർ ലിമിറ്റ് എക്സിന് അപ്ലൈ ചെയ്താൽ 0. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് സൈൻ ഇടുക. ലോവർ ലിമിറ്റ് 1, എക്സിന് അപ്ലൈ ചെയ്യുക 1. 0 മൈനസ് 1/3 മൈനസ് 1/3 മൈനസ് 1. 0 മൈനസ് 1 മൈനസ് 1. എൽസി എടുക്കുക. മൈനസ് 1 മൈനസ് 3 ബൈ 3 മൈനസ് 1 മൈനസ് 3 മൈനസ് 4 ബൈ 3. ഇന്റഗ്രൽ ബി സി ഈസ് ഈക്വൽ ടു മൈനസ് 4 ബൈ 3. ഒരു ലൈൻ ഇന്റഗ്രലും കൂടെ ഉണ്ട്. CO, ഈ ലൈന് CO. കൺസിഡർ CO. കൺസിഡർ CO. CO കൺസിഡർ ചെയ്യുമ്പോൾ ഇത് y ആക്സിസ് ആണ്. y ആക്സിസിലാകുമ്പോൾ x 0 ആണ്. ഇവിടെ നോക്കുക x 0, x കോൺസ്റ്റന്റ് 0, x ഈക്വൽ ടു 0, x ഈക്വൽ ടു 0. Therefore dx equal to 0. Limit of y varies from 1 to 0. y1 to 0. Y varies from 1 to 0. Limit of y varies from 1 to 0. Question തന്നിട്ടുള്ളത് ഇന്റഗ്രൽ c mod z സ്ക്വയർ dz. ഇന്റഗ്രൽ mod z സ്ക്വയർ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ dz dx plus I dy. dx plus I dy. ഇന്റഗ്രൽ x സ്ക്വയർ x ഈക്വൽ ടു 0. x 0 അപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. പ്ലസ് y സ്ക്വയർ 0 പ്ലസ് y സ്ക്വയർ y സ്ക്വയർ dx 0. dx 0 അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0 ആകും. ഇൻറ്റു I dy. ഇൻറ്റു I dy. ലിമിറ്റ് ഓഫ് y വേരീസ് ഫ്രം 1 to 0. ലോവർ ലിമിറ്റ് 1, അപ്പർ ലിമിറ്റ് 0. ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ I അതുപോലെ എഴുതുക. ഇന്റഗ്രൽ y സ്ക്വയർ y ക്യൂബ് ബൈ 3. ലിമിറ്റ് ഓഫ് y വേരീസ് ഫ്രം 1 to 0. 1 to 0. I by 3 into I by 3 into അപ്പർ ലിമിറ്റ് 0. yക്ക് അപ്ലൈ ചെയ്താൽ 0 കിട്ടും. 0. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് സൈൻ ഇടുക. ലോവർ ലിമിറ്റ് ആയ 1 yക്ക് അപ്ലൈ ചെയ്താൽ 1 ക്യൂബ് 1. 0 മൈനസ് 1 മൈനസ് 1. മൈനസ് 1 into I by 3 മൈനസ് I by 3. ഇന്റഗ്രൽ 0 is equal to മൈനസ് I by 3. 4 ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തു. 4 ലൈൻ ഇന്റഗ്രലും കൂടെ ആഡ് ചെയ്യുക. ഇന്റഗ്രൽ C mod z സ്ക്വയർ dz is equal to ഇന്റഗ്രൽ OA പ്ലസ് ഇന്റഗ്രൽ AB പ്ലസ് ഇന്റഗ്രൽ BC പ്ലസ് ഇന്റഗ്രൽ 0. ഇന്റഗ്രൽ OA 1/3. OA 1/3. 1/3 പ്ലസ് 1/3 പ്ലസ് ഇന്റഗ്രൽ AB 4/3i 4/3i പ്ലസ് ഇന്റഗ്രൽ BC മൈനസ് 4/3 മൈനസ് 4/3 പ്ലസ് ഇന്റഗ്രൽ 0 മൈനസ് I by 3 മൈനസ് I by 3. ഇവിടെ റിയൽ പാർട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 1/3 മൈനസ് 4/3 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 4/3. ഇത് രണ്ടും റിയൽ പാർട്ടാണ്. I ഇല്ലാത്ത പാർട്ട്. I ഉള്ള പാർട്ട് ഇമാജിനറി പാർട്ട്. ഈ രണ്ട് പാർട്ടും കൂടെ ഒന്നിച്ചാക്കുക. 4/3i പ്ലസ് ഇൻറ്റു മൈനസ് 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 1/3i. ഇവിടെ എൽസിയം 3 ആണ്. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 1 മൈനസ് 4 ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. 4i മൈനസ് I ഡിവൈഡഡ് ബൈ 3. 1 മൈനസ് 4 മൈനസ് 3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4i മൈനസ് I
3i by 3. 3 കൂടെ ക്യാൻസൽ ചെയ്യാം. -1 പ്ലസ് 3 ക്യാൻസൽ ചെയ്തു i. ഇന്റഗ്രൽ c mod z സ്ക്വയർ dz is equal to -1 plus i. -1 plus i. Next question. Evaluate integral z plus 2 by z dz where c is the circle mod z is equal to 2 above the real axis from 2 0 to -2 0. Mod z is equal to 2. Mod z is equal to 2. Circle with the center 0 0 radius 2. A circle varakkya. Mod z is equal to 2. X axis, y axis. Mod z is equal to 2. Circle with the center 0 0 radius 2. E coordinate 2 0 0 minus 2. E coordinate -2 0. E coordinate 0 2. Integral c z plus 2 divided by z dz. ഇവിടെ z x plus i y റെക്ടാങ്കുലർ ഫോമിലോട്ട് മാറ്റിയാൽ ലിമിറ്റ്സ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് z പോളാർ ഫോം കൺസിഡർ ചെയ്യാം. z is equal to r e raised to i theta. z is equal to r radius of the circle 2 e raised to i theta. 2 e raised to i theta. dz is equal to 2 into e raised to i theta into I d theta. Integral z 2 e raised to i theta. z 2 e raised to i theta plus 2 divided by z 2 e raised to i theta. 2 e raised to i theta dz 2i e raised to i theta d theta. 2i e raised to i theta d theta. dz is equal to 2i e raised to i theta d theta. തീറ്റയുടെ ലിമിറ്റ് വേണം. ക്വസ്റ്റ്യൻ നോക്കുക. C, where C is the semicircle of mod z is equal to 2 above the real axis from 2 0 to -2 0. 2 0 ഈ കോർഡിനേറ്റ് ആണ്. -2 0 ഈ കോർഡിനേറ്റ് ആണ്. എബവ് റിയൽ ആക്സിസ്. റിയൽ ആക്സിസ് എന്ന് വെച്ചാൽ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിന് മുകളിലുള്ള പോർഷന്റെ ഏരിയ വേണം കണ്ടുപിടിക്കാൻ. റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എബവ് റിയൽ ആക്സിസ്. ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ വേണം കണ്ടുപിടിക്കാൻ. ഈ ഷെയ്ഡഡ് റീജിയന് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഒരു ലിമിറ്റ് ഇനിഷ്യൽ ടെർമിനലിൽ നിന്നും മൂവ് ചെയ്ത് പൈ 0 തീറ്റ വേരീസ് ഫ്രം 0 to പൈ. ഇത് 0 ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഇത് പൈ. സെമി സർക്കിൾ ആകുമ്പോൾ തീറ്റ വേരീസ് ഫ്രം 0 to പൈ. 0 to പൈ. സെമി സർക്കിൾ അല്ല, സർക്കിൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ തീറ്റ വേരീസ് ഫ്രം 0 to 2 പൈ എന്ന് എഴുതാം. സി ഇസ് ദ സർക്കിൾ. സെമി സർക്കിൾ എന്നില്ലെങ്കിൽ, സെമി സർക്കിൾ ആണെങ്കിൽ തീറ്റ വേരീസ് ഫ്രം 0 to പൈ. ഇവിടെ 2 കൂടെ ക്യാൻസൽ ചെയ്യാം. ഇ റേസ് ടു ഐ തീറ്റയും ഇ റേസ് ടു ഐ തീറ്റയും കൂടെ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു ഐ ഉണ്ട്. ഐ ഇൻറ്റു ഇന്റഗ്രൽ 0 to പൈ. ഇതിൽ നിന്നും 2 കോമൺ ഫാക്ടർ എടുക്കുക. 2 കോമൺ എടുക്കുമ്പോൾ 2 ഇൻറ്റു 2 കോമൺ ഫാക്ടർ എടുത്താൽ ഇത് ഇ റേസ് ടു ഐ തീറ്റ ആകും. ഇവിടുന്ന് 2 കോമൺ എടുത്താൽ 1 കിട്ടും. ഡി തീറ്റ. ഈ 2 കൂടെ ക്യാൻസൽ ചെയ്തു. ഇ റേസ് ടു ഐ തീറ്റയും ഇ റേസ് ടു ഐ തീറ്റയും കൂടെ ക്യാൻസൽ ചെയ്തു. ഐ ഇൻറ്റു ഇന്റഗ്രൽ 0 to പൈ. ഇവിടെ കോമൺ ഫാക്ടർ 2 ഉണ്ട്. 2 എടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് 1 ഡി തീറ്റ എന്ന് കിട്ടും. ഐ ഇൻറ്റു ഇന്റഗ്രൽ 0 to പൈ 2 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ. ഇ റേസ് ടു ഐ തീറ്റയുടെ ഫോർമുല കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ പ്ലസ് 1 ഡി തീറ്റ. 2 ഇൻറ്റു ഐ 2i ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് ഐ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് 1 ഇന്റഗ്രൽ 1 തീറ്റ. തീറ്റ വേരീസ് ഫ്രം 0 to പൈ. തീറ്റ വേരീസ് ഫ്രം 0 to പൈ. 2i ഇൻറ്റു അപ്പർ ലിമിറ്റ് പൈ സൈൻ തീറ്റയ്ക്ക് അപ്ലൈ ചെയ്യുക. സൈൻ പൈ. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് സൈൻ. ലോവർ ലിമിറ്റ് ആയ 0 തീറ്റയ്ക്ക് അപ്ലൈ ചെയ്യുക. സൈൻ 0 പ്ലസ് ഐ ഇൻറ്റു -1 മൈനസ് ഐ ഇൻറ്റു പൈ. കോസ് തീറ്റയ്ക്ക് അപ്ലൈ ചെയ്യുക. കോസ് പൈ
ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് സൈൻ ഇടുക. ലോവർ ലിമിറ്റ് 0 തീറ്റയ്ക്ക് അപ്ലൈ ചെയ്യുക, കോസ് 0 പ്ലസ് അപ്പർ ലിമിറ്റ് പൈ തീറ്റയ്ക്ക് അപ്ലൈ ചെയ്തു, പൈ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് സൈൻ ഇടുക. ലോവർ ലിമിറ്റ് 0 തീറ്റയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 0. 2i ഇൻറ്റു സൈൻ പൈ 0, സൈൻ 0 0, മൈനസ് i ഇൻറ്റു കോസ് പൈ മൈനസ് 1, മൈനസ് കോസ് 0 1, പ്ലസ് പൈ സൈൻ പൈ 0, സൈൻ 0 0, മൈനസ് i ഇൻറ്റു കോസ് പൈ മൈനസ് 1, മൈനസ് കോസ് 0 1, പൈ മൈനസ് 0 പൈ, 2i ഇൻറ്റു മൈനസ് i ഇൻറ്റു മൈനസ് 1 മൈനസ് 2 പ്ലസ് പൈ, 2i ഇൻറ്റു മൈനസ് i ഇൻറ്റു മൈനസ് 2 പ്ലസ് 2i പ്ലസ് പൈ, 2 ഇൻറ്റു i ഇൻറ്റു 2i, i കൊണ്ട് 2i മൾട്ടിപ്ലൈ ചെയ്താൽ i ഇൻറ്റു 2i, 2 ഇൻറ്റു i സ്ക്വയർ മൈനസ് 1 മൈനസ് 2, 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 പ്ലസ് i ഇൻറ്റു പൈ i is equal to 2 ഇൻറ്റു പൈ i മൈനസ് 2 എന്ന് എഴുതാം. ഫൈനൽ റിസൾട്ട് 2 ഇൻറ്റു പൈ i മൈനസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, show that for any path between the given limits integral minus 2 to minus 2 plus I 2 plus z whole square dz is equal to minus I by 3. Integral minus 2 to minus 2 plus I 2 plus z whole square dz. ഇവിടെ z ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ടുണ്ട്, z ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. 2 പ്ലസ് z ഹോൾ സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 2 പ്ലസ് z ഹോൾ ക്യൂബ് ബൈ 3 എന്ന് എഴുതാം. ലിമിറ്റ് ഓഫ് z വേരീസ് ഫ്രം മൈനസ് 2 to minus 2 plus I, minus 2 to minus 2 plus I, 1 by 3 into 1 by 3 into 2 plus 2, 2 plus upper limit minus 2 plus I z in apply minus 2 plus I whole cube, lower limit apply ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് സൈൻ ഇടുക, 2 plus z minus 2 whole power 3, 1 by 3 into 2 plus into minus 2 plus I whole cube minus 2 minus 2, 2 plus into minus 2 whole cube, 1 by 3 into 2 minus 2 0, I cube minus 2 minus 2 0, 0 cube 0, I cube is equal to I square into I എന്ന് എഴുതാം. I square minus 1 into I minus I, 1 by 3 into I cube minus I. Final answer minus I by 3. Evaluate integral C 1 by z dz where C is the semicircle mod z is equal to 1 above the real axis from 1 0 to minus 1 0. Mod z is equal to 1. Mod z is equal to 1. Circle with the center 0 0, radius 1. Circle with the center 0 0, radius 1. 1 0 0 1, minus 1 0 0 minus 1. Evaluate integral C 1 by z dz. Integral C 1 by z dz. Z in a polar lot to matter. Polar form z is equal to r e raised to I theta. Z is equal to radius 1, r is equal to 1 e raised to I theta. Dz is equal to e raised to I theta into I d theta. Integral 1 by z e raised to I theta. E raised to I theta into dz I e raised to I theta d theta. I e raised to I theta d theta. ഇനി തീറ്റയുടെ ലിമിറ്റ് എഴുതണം. C is the semicircle mod z is equal to 1 above the real axis from 1 0 to minus 1 0. Above the real axis. Above the real axis എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് above the real axis. From 1 0 ഈ പോയിന്റിൽ നിന്നും
-1 0 വരെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ലിമിറ്റ് ഓഫ് തീറ്റ വേരീസ് ഫ്രം 0 to pi. ലിമിറ്റ് ഓഫ് തീറ്റ വേരീസ് ഫ്രം 0 to pi. e raised to I തീറ്റയും e raised to I തീറ്റയും കൂടെ ക്യാൻസൽ ചെയ്യുക. ഇന്റഗ്രൽ 0 to pi I d തീറ്റ. I d തീറ്റ. I into integral d തീറ്റ തീറ്റ. തീറ്റ വേരീസ് ഫ്രം 0 to pi. 0 to pi. I into upper limit pi. തീറ്റയ്ക്ക് അപ്ലൈ ചെയ്യുക. pi ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് സൈൻ ഇടുക. തീറ്റയ്ക്ക് 0 എടുക്കുക. 0. ആൻസർ pi I. Pi I. Final result pi I. Next question. Evaluate integral C 1 by z dz where C is the semicircle mod z is equal to 1 below the real axis from 1 0 to -1 0. Mod z is equal to 1. Circle with center 0 0 radius 1. Center of the circle 0 0 radius 1. ഈ കോർഡിനേറ്റ് 1 0 ആയിരിക്കും. ഈ കോർഡിനേറ്റ് 0 1 ആയിരിക്കും. ഈ കോർഡിനേറ്റ് -1 0 ആയിരിക്കും. ഈ കോർഡിനേറ്റ് 0 -1 ആയിരിക്കും. ഇന്റഗ്രൽ സി 1 by z dz. ഇന്റഗ്രൽ സി 1 by z dz. z പോളാറിലോട്ട് മാറ്റുക. z is equal to r e raised to I theta. z is equal to radius of the circle 1. 1 into e raised to I theta, e raised to I theta. dz is equal to e raised to I theta into I d theta. Integral 1 by z. 1 by z. z e raised to I theta. e raised to I theta dz. dz I e raised to I theta d theta. I e raised to I theta d theta. Limit of theta. C is the semicircle mod z is equal to 1 below the real axis. From 1 0 to -1 0. Below the real axis. Below the real axis ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ ആണ്. ഈ റീജിയൻ വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ബിലോ ദ റിയൽ ആക്സിസ്. റിയൽ ആക്സിസ് എന്ന് വെച്ചാൽ എക്സ് ആക്സിസ് ആണ്. അതിന്റെ താഴത്തെ പോർഷൻ. ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ ശ്രദ്ധിക്കുക. റിയൽ ആക്സിസ് ഫ്രം 1 to 0. 1 to 0 ഈ പോയിന്റ്. -1 0. -1 0 ഇത്. റൊട്ടേഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇത്രയും വരെ. ഇത് 0 ആണ്. ഇത് പൈ. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 പൈ. ഇവിടെ 2 പൈ ആണ്. ഇത് 2 പൈ. 2 പൈയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് പൈ വരെ. തീറ്റ വേരീസ് ഫ്രം 2 പൈ ടു പൈ. പൈ ടു 2 പൈ അല്ല, 2 പൈ ടു പൈ. ഈ പോയിന്റ് ശ്രദ്ധിക്കുക. 1 0 നിന്ന് -1 0 വരെയാണ്. Therefore, theta varies from 2 pi to pi. Theta varies from 2 pi to pi. E raised to I theta and e raised to I theta കൂടെ ക്യാൻസൽ ചെയ്യുക. I into integral d theta theta. Limit theta varies from 2 pi to pi. I into upper limit pi. തീറ്റയ്ക്ക് അപ്ലൈ ചെയ്താൽ പൈ കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് 2 pi. തീറ്റയ്ക്ക് അപ്ലൈ ചെയ്യുക. minus 2 pi is equal to I into pi minus 2 pi minus pi. Minus pi into I minus pi I. Final result minus pi I. Next question. Evaluate integral 0 to 1 plus I x square minus I xy dz along the path y is equal to x. Y is equal to x. Y axis, x axis, x is y axis. X is equal to y. X is equal to y എന്ന് പറഞ്ഞാൽ x is equal to y 45 ഡിഗ്രി കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈനാണ് x is equal to y. കോർഡിനേറ്റ്സ് എഴുതിയാൽ ഇത് 0 0 1 1 എക്സും വൈയും സെയിം ആയിരിക്കും. 2 2 3 3 4 4 ഈ രീതിയിലായിരിക്കും കോർഡിനേറ്റ്സ്. എക്സും വൈയും സെയിം ആയിരിക്കും. x0 y0 x0 y0 x1 y1 x2 y2 എക്സും വൈയും സെയിം ആയിരിക്കും. ഇന്റഗ്രൽ 0 1 plus I x square minus I xy dz dz dx plus I dy എന്ന് എഴുതാം. dx plus I dy. z is equal to x plus iy. dz is equal to dx plus I dy. x square minus ixy
dz is equal to dx plus I dy. Along the path y is equal to x. Y is equal to x. Therefore, dy is equal to dx. Y is equal to x. Therefore, dy is equal to dx. Integral x square minus I into x. Y replace it x apply. Y is equal to x into x dx plus I dy. Dy is equal to dx. I dy I into dy dx. dy is equal to dx. I dy I dx. എല്ലാം എക്സ് വേരിയബിളിലോട്ട് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ വൈ വേരിയബിളിലോട്ട് മാറ്റിയിട്ട് ചെയ്യാം, രണ്ടും ചെയ്യാം. ഇവിടെ ഒരു ലിമിറ്റ് തന്നിട്ടുണ്ട്, ഇത് ശ്രദ്ധിക്കുക. ഇത് z is equal to 0 എന്ന് എടുക്കുക. z is equal to 0. z0 means zx plus iy is equal to 0 plus 0i. x0, y0. X coordinate real part 0, y coordinate imaginary part 0. x0, y0. Upper limit 1 plus i. z is equal to 1 plus i എന്ന് എടുക്കുക. z is equal to 1 plus i. z x plus iy. z is equal to x plus iy is equal to 1 plus i. Comparing a real part. X is equal to 1. X is equal to 1. Comparing imaginary part. Y is equal to 1. Y is equal to 1. Coordinates are x 1, y 1. 1, 1. ഇതിനെ കോർഡിനേറ്റ് ആയിട്ട് എഴുതിയാൽ x 0, y 0. ലോവർ ലിമിറ്റ് 0. ഇവിടെ ലോവർ ലിമിറ്റ് 0. z0. z0 എന്ന് പറഞ്ഞാൽ x 0, y 0. z is equal to 1 plus i. z is equal to 1 plus i, x1, y1. x1, y1. ഇവിടെ x വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്തു, അതുകൊണ്ട് xന്റെ ലിമിറ്റ് എടുക്കുക. x വേരീസ് ഫ്രം 0 to 1. y ലിമിറ്റിലേക്ക് മാറ്റുന്നെങ്കിൽ ഈ ലിമിറ്റ് വേണം എടുക്കാൻ. ഇവിടെ x വേരിയബിളിലോട്ടാണ് കൺവേർട്ട് ചെയ്തത്, അതുകൊണ്ട് x കോർഡിനേറ്റ് ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. 0 to 1. x വേരീസ് ഫ്രം 0 to 1. ഇന്റഗ്രൽ 0 to 1 x square minus I into x into x. I x square dx കോമൺ എടുക്കുക. 1 plus I into dx. dx കോമൺ എടുത്താൽ ഇത് 1 ആകും. ഇവിടുന്ന് dx കോമൺ എടുത്താൽ I കിട്ടും. 1 plus I dx. ഇന്റഗ്രൽ 0 to 1. ഇവിടെ x square കോമൺ ഉണ്ട്. x square കോമൺ എടുക്കുക. x square into x squareൽ നിന്നും x square കോമൺ എടുത്താൽ 1 minus I x squareൽ നിന്നും x square കോമൺ എടുത്താൽ I കിട്ടും into 1 plus I dx. Integral 0 to 1 x square into 1 minus I into 1 plus I. 1 minus I into 1 plus I. A minus B into A plus B. A minus B into A plus B. A minus B into A plus B. A square minus B square. 1 square minus I square. A square minus B square. 1 square 1. I square minus 1. Minus 1 into minus plus 1. 1 plus 1, 2. 1 minus I into 1 plus I, 2. 2 x square dx. 2 into x square integrate ചെയ്താൽ x cube by 3 കിട്ടും. Integral x square, x cube by 3. Lower limit 0, upper limit 1. 2 into upper limit 1. x cube അപ്ലൈ ചെയ്താൽ 1 by 3 കിട്ടും. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് സൈൻ ഇടുക. എക്സിന് 0 കൊടുക്കുക. 0. 1 by 3 minus 0, 1 by 3 into 2. Answer 2 by 3. Final result 2 by 3. Next question. Evaluate integral 0 to 1 plus I x square minus I xy dz along the path y is equal to x square. Integral 0 to 1 plus I x square minus I xy dz dx plus I dy. dx plus I dy. Y is equal to x square. Y is equal to x square dy. dy is equal to derivative of x square 2x dx. Y is equal to x square. dy is equal to 2x dx. Z is equal to 0. Integral z equal to 0. Z equal to 0. X plus iy is equal to
is equal to 0 plus 0i. Comparing real part x equal to 0. Comparing imaginary part y is equal to 0. Coordinate 0, 0. Z equal to 0 means x 0, y 0. Z is equal to 1 plus I. Z is equal to 1 plus I. Z x plus iy. Z is equal to x plus iy is equal to 1 plus I. Comparing real part x is equal to 1. Y is equal to 1. Y is equal to 1. 1, 1. X1, Y1. Z is equal to 1 plus I, X1, Y1. X square minus I x into Y. Y is equal to X square. Y replace ചെയ്തിട്ട് X square apply ചെയ്യുക. Single variable ലോട്ട് മാറ്റാൻ വേണ്ടി Y is equal to X square എന്ന് apply ചെയ്തു. dx plus I dy. I into dy. dy is equal to 2x dx. dy replace ചെയ്തിട്ട് 2x dx എന്ന് എഴുതാം. 2x dx. സിംഗിൾ വേരിയബിളിലോട്ട് മാറി x ലിമിറ്റ് വേണ്ടത് ഇന്റഗ്രൽ x വേരീസ് ഫ്രം 0 to 1. ഇതാണ് xന്റെ ലിമിറ്റ്. x വേരീസ് ഫ്രം 0 to 1. x വേരീസ് ഫ്രം 0 to 1. x സ്ക്വയർ മൈനസ് I x ക്യൂബ് മൈനസ് I x ക്യൂബ് ഇൻറ്റു ഇവിടെ dx കോമൺ ഫാക്ടർ ആയിട്ടുണ്ട്. dx പുറത്തെടുക്കുക. dx കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് ഇത് 2ix ആവും. 2ix dx. ഈ രണ്ട് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇന്റഗ്രൽ 0 to 1 x square into 1 x square plus x square into 2ix 2ix cube minus ix cube into 1 minus ix cube 2ix cube minus ix cube into 2ix. I into I square minus 1 into minus 1 plus 1 plus 1 into x cube into 2x 2x raised to 4 plus 2x raised to 4 dx minus ix cube into 2ix 2x raised to 4. Integral 0 to 1 x square 2ix cube minus ix cube plus ix cube plus 2x raised to 4 2x raised to 4 dx. Integrating integral of x square x cube by 3 plus I into integral of x cube x raised to 4 by 4 plus 2 into x raised to 4 na integrate ചെയ്താൽ x raised to 5 by 5. Limit of x varies from 0 to 1. Upper limit 1 x ന് apply ചെയ്യുക. Upper limit 1 x cube ന് apply ചെയ്യുമ്പോൾ 1 cube 1 divided by 3. Lower limit apply ചെയ്താൽ 0 plus upper limit 1 x raised to 4 ന് apply ചെയ്താൽ 1 into I by 4. Lower limit 0 x ന് apply ചെയ്താൽ 0. Upper limit 1 ന് apply ചെയ്യുമ്പോൾ 1 raised to 5 1 into 2 by 5 2 by 5 plus 2 by 5. Lower limit apply ചെയ്താൽ 0. ഇവിടെ റിയൽ പാർട്ട് രണ്ട് വാല്യൂ ഉണ്ട്. 1 by 3 plus 2 by 5 1 by 3 plus 2 by 5. LCM എടുക്കുക. 5 plus 6 divided by 5 into 3 15. 5 plus 6 11 by 15 11 by 15 plus I by 4. Final result 11 by 15 plus I by 4. Next question. Evaluate integral c x square minus I y square dz where c is the parabola y is equal to 2x square from 1 to 2 8. Integral x square minus I y square into dz dx plus I dy y is equal to 2x square y is equal to 2x square. ഇതൊരു പരാബോളയാണ്. dy is equal to 2 into derivative of x square 2x dx എന്ന് എഴുതാം. dy is equal to 2 into 2x 4x dx. dy is equal to 4x dx. From 1 to x1 y2 to 8 x2 y8. Integral
x square minus I into y square. Y is equal to 2x square. Y is equal to 2x square. Y square ആകുമ്പോൾ 4x raised to 4 ആകും. 4x raised to 4. Y 2x square ആണ്. ഇതിനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ y square കിട്ടും. ഇതിനെ സ്ക്വയർ ചെയ്യുക 4x raised to 4. Y square 4x raised to 4 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. Y square is equal to 4x raised to 4. I into 4x raised to 4 dx plus I dy. I dy. dy 4x dx. 4x dx. ഇവിടെ എല്ലാ വേരിയബിളും എക്സിലോട്ട് മാറിയിട്ടുണ്ട്. x varies from 1 to 2. x varies from 1 to 2. x varies from 1 to 2 x square minus 4i x raised to 4. ഇവിടെ dx കോമൺ ഫാക്ടർ ഉണ്ട്. dx കോമൺ എടുക്കുക. dx കോമൺ എടുക്കുമ്പോൾ ഇത് 1 ആകും. 1 plus 4ix dx കോമൺ എഴുതി. ഇന്റഗ്രൽ 1 to 2 ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. x square into 1 x square. x square into 4ix 4i x cube ആകും. minus 4i x raised to 4 into 1 minus 4i x raised to 4 minus 4i into plus 4i plus 16 x raised to 4 into x raised to 5 x raised to 5 dx minus 4i into plus 4i minus 4i into plus 4i I into I square minus 1 into minus 4 plus 4 into 4 16 is equal to 16 x raised to 5. Integral of x square x cube by 3 plus 4i into x cube നെ integrate ചെയ്താൽ x raised to 4 by 4 കിട്ടും. minus 4i into x raised to 4 ചെയ്യുമ്പോൾ x raised to 5 by 5 കിട്ടും. plus 16 into x raised to 5 integrate ചെയ്താൽ x raised to 6 by 6. x varies from 1 to 2. Integral of x square x cube by 3 4i into x raised to 3 integrate ചെയ്താൽ x raised to 4 by 4 minus 4i x raised to 4 integrate ചെയ്താൽ x raised to 5 by 5 കിട്ടും. 16 into x raised to 5 നെ integrate ചെയ്താൽ x raised to 6 by 6. 1 by 3 into upper limit to x cube ന് അപ്ലൈ ചെയ്യുക 2 cube കിട്ടും. 2 cube 8. lower limit അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് ഇടുക. lower limit 1 x cube ന് അപ്ലൈ ചെയ്യുക 1 cube 1 4ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. പ്ലസ് I into upper limit 2 x raised to 4 ന് അപ്ലൈ ചെയ്യുക 2 raised to 4 16. lower limit അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് സൈൻ ഇടുക. lower limit ആയ 1 x raised to 4 ന് അപ്ലൈ ചെയ്യുക 1 raised to 4 1 minus 4i by 5 into upper limit 2 x raised to 5 ന് അപ്ലൈ ചെയ്യുക. x raised to 5 ന് അപ്ലൈ ചെയ്യുമ്പോൾ 2 raised to 5 32. lower limit അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് ഇടുക. lower limit 1 x raised to 5 ന് അപ്ലൈ ചെയ്യുക 1 x raised to 5 1 raised to 5 1. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുക. 8 by 3 into upper limit 2 x raised to 6 ന് അപ്ലൈ ചെയ്യുക 2 raised to 6 64 minus lower limit 1 x ന് അപ്ലൈ ചെയ്യുക 1 raised to 6 1. 8 minus 1 7 by 3 plus 16 minus 1 15i 32 minus 1 31 into 4 124i divided by 5 124i by 5 plus 64 minus 1 63 into 8 504 divided by 3. റിയൽ പാർട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക 7 by 3 plus 504 by 3 504 plus 7 511 by 3 511 by 3. ഇമാജിനറി പാർട്ട് രണ്ടും കൂടെ സോൾവ് ചെയ്യുക 15i minus 124i
by 5. 15 into 5, 75. 75i minus 124i divided by 5. 75i minus 124i minus 49i by 5. Minus 49 by 5i. Final result 511 by 3 minus 49i by 5. Next question. Integrate f of z is equal to x square plus ixy from 1 1 to 2 4 along the curve x is equal to t, y is equal to t square. Integral x square plus ixy dz is equal to integral x square plus ixy dz dx plus I dy എന്ന് എഴുതാം. I dy. X is equal to t. X is equal to t. Therefore dx is equal to dt. Y is equal to t square. Y is equal to t square. So dy is equal to 2t into dt. 2t dt. Integral x നെ റീപ്ലേസ് ചെയ്യുക, t കൊടുക്കുക, t സ്ക്വയർ ആവും, x സ്ക്വയർ t സ്ക്വയർ പ്ലസ് I into x, x t into y, y t square into t square dx. dx is equal to dt, dt plus I dy. dy is equal to 2t dt. I dy ആകുമ്പോൾ I 2t dt. ഇവിടെ xy ഫോമിലുള്ള ലിമിറ്റാണ് തന്നിട്ടുള്ളത്. x1 y1, x1 y1, y11 to 24, x2 y4. ഇതിന് t ലിമിറ്റിലേക്ക് മാറ്റിയെടുക്കണം. ഇവിടെ x ലിമിറ്റ് കൺസിഡർ ചെയ്താൽ x വേരീസ് ഫ്രം 1 to 2. x വേരീസ് ഫ്രം 1 to 2. ഈ x ലിമിറ്റിനെ t ലിമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ഇത് t വേരിയബിൾ ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ x ന് t ആണ് കൊടുത്തത്. x ഈസ് ഇക്വൽ ടു t. x ഈസ് ഇക്വൽ ടു t. x1 ഈ x ന് പകരം 1 കൊടുക്കുക. 1 ഈസ് ഇക്വൽ ടു t. x1 t1 ആയിട്ട് മാറും. t ഈസ് ഇക്വൽ ടു 1. t ഈസ് ഇക്വൽ ടു 1. x ഈസ് ഇക്വൽ ടു 2. x ഈസ് ഇക്വൽ ടു 2. x ഈസ് ഇക്വൽ ടു t യിൽ കൊടുക്കുമ്പോൾ 2 x2 2 ഈസ് ഇക്വൽ ടു t. t ഈസ് ഇക്വൽ ടു 2. 1 to 2 ആകും. അല്ലെങ്കിൽ y ഈസ് ഇക്വൽ ടു t സ്ക്വയർ കൺസിഡർ ചെയ്തിട്ട് ഈ ലിമിറ്റ് കൊടുക്കുക. 1 to 4 എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. yക്ക് 1 കൊടുക്കുക. 1 ഈസ് ഇക്വൽ ടു t സ്ക്വയർ. t ഈസ് ഇക്വൽ ടു 1 കിട്ടും. സെയിം ലിമിറ്റ് കിട്ടും. അപ്പർ ലിമിറ്റ് y 4 ആണ്. y ഈസ് ഇക്വൽ ടു 4. 4 ഈസ് ഇക്വൽ ടു t സ്ക്വയർ. t സ്ക്വയർ ഈസ് ഇക്വൽ ടു 4. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ t ഈസ് ഇക്വൽ ടു 2 എന്ന് കിട്ടും. സെയിം ലിമിറ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്താലും കിട്ടും. y varies from 1 to 4. t varies from 1 to 2 t square plus I into t cube. I into t cube. ഇവിടെ ഒരു dt കോമൺ ഉണ്ട്. dt കോമൺ എടുക്കുമ്പോൾ ഇത് 1 ആകും. ഇവിടുന്ന് dt കോമൺ എടുക്കുമ്പോൾ 2it ആവും ഇൻറ്റു dt. ഇന്റഗ്രൽ 1 to 2 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു 2it, 2i t ക്യൂബ് പ്ലസ് I t ക്യൂബ് പ്ലസ് I ഇൻറ്റു I സ്ക്വയർ. I സ്ക്വയർ മൈനസ് 1 ഇൻറ്റു t ക്യൂബ് ഇൻറ്റു 2t മൈനസ് 2t raised to 4 dt. ഇന്റഗ്രൽ 1 to 2 t സ്ക്വയർ 2i t ക്യൂബ് പ്ലസ് I t ക്യൂബ് 3i t ക്യൂബ് മൈനസ് 2t raised to 4 dt. ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ t സ്ക്വയർ t ക്യൂബ് ബൈ 3 പ്ലസ് 3i ഇൻറ്റു ഇന്റഗ്രൽ t ക്യൂബ് t raised to 4 by 4 minus 2 into t raised to 4 ന്റെ ഇന്റഗ്രൽ t raised to 5 by 5. t varies from 1 to 2. 1 to 2. 1 by 3 into upper limit 2 t ക്യൂബിന് കൊടുക്കുക. 2 ക്യൂബ് 8. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നെഗറ്റീവ് ഇടുക. ലോവർ ലിമിറ്റ് 1 t ക്യൂബിന് അപ്ലൈ ചെയ്യുക. 1 ക്യൂബ് 1 പ്ലസ് 3i by 4 into upper limit 2 t raised to 4 ന് അപ്ലൈ ചെയ്യുക. 2 raised to 4. 2 raised to 4 16 minus lower limit apply ചെയ്യുമ്പോൾ 1 raised to 4 1 minus 2 by 5 into upper limit 2 apply ചെയ്യുമ്പോൾ 2 raised to 5 32 minus lower limit 1 1 raised to 5 1 8 minus 1 7
7 by 3 plus 16 minus 1, 15. 15 into 3i. 45i by 4 minus 32 minus 1, 31. 31 into 2. 62 by 5. Real part രണ്ടും കൂടെ simplify ചെയ്യുക. 7 by 3 minus 62 by 5. 7 into 5. 35 minus 62 into 3. 186 divided by 5 into 3. 15. 35 minus 186. 151. 35 minus 186 minus 151 by 15 plus 45 by 4i. Final result minus 151 by 15 plus 45 by 4i. Thank you for watching.